ഇങ്ങനെ ഒരു വലിയ സൗണ്ട് ഉണ്ടാക്കും, എന്നിട്ട് പിന്നെ ഓടി വരും. പിന്നെ ഒരു 30 മീറ്റർ ആകുമ്പോൾ പിന്നെ ഓടി വരും. ചവിട്ടി കൊല്ലണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആന വിടത്തില്ല. അത് എത്ര ദൂരം ഓടിയാലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. കടുവകൾ മനുഷ്യനെ ഓൺ ഫുട്ടിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു കടുവ നമ്മുടെ നേരെ നടന്നു കഴിഞ്ഞാൽ കടുവ ടെറിഫൈഡാണ്. ഒരിക്കലും കടുവ മനുഷ്യന് നേരെ നിൽക്കില്ല. പുതിയൊരു യങ്ങായിട്ടുള്ളൊരു മെയിൽ ടൈഗർ അവിടെ വന്നു. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ കൊന്നാൽ മാത്രമേ ഈ ആൺകടുവയ്ക്ക് ഇതുമായിട്ട് മേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം കോഴിക്കോട് ടൗണിനടുത്തൊക്കെ പുലിയുണ്ട്. പക്ഷെ എന്നിട്ട് എന്താണ് ഈ കടുവകൾക്ക് ഓറഞ്ച് കളറും കറുത്ത സ്ട്രൈപ്സും കൊടുത്തിരിക്കുന്നത് എന്താണ്? അപ്പൊ ഈ അരിക്കൊമ്പൻ പോയിട്ട് കുടുംബ അനാഥായി എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ലേ? ഈ പാമ്പ് പാല് കുടിക്കും. പാമ്പിന് ഇന്ത്യയിലെ വന്യജീവി സങ്കേതങ്ങളിൽ ഏതാണ്ട് 2 പതിറ്റാണ്ടോളമായി നാച്ചുറലിസ്റ്റായി പ്രവർത്തിച്ച് പരിചയമുള്ള വന്യജീവികളുമായി ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എഴുതിയ ശ്രീ ഡേവിഡ് രാജുവാണ് ഇന്ന് സർവീസ് സ്റ്റോറിയിൽ നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം ഡേവിഡ്. മധ്യപ്രദേശിലെ കൻഹ ദേശീയോദ്യാനത്തിൽ ഏതാണ്ട് 15 വർഷത്തോളം ഉണ്ടായിരുന്നല്ലോ. ഇപ്പം വയനാടാണ് പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. ഈ നാച്ചുറലിസ്റ്റ് എന്ന ഒരു മേഖലയെ കുറിച്ച്, അതിൻ്റെ സാധ്യതകളെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ച് തുടങ്ങാമെന്ന് കരുതുന്നു. നാച്ചുറലിസ്റ്റിൻ്റെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കാട്ടിക്കൊണ്ടുപോയിട്ട് ഈ ആനിമൽസിനെയൊക്കെ കാണിക്കുന്ന ഒരു ജോബാണ്. ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു ഗൈഡാണ്. കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഹിസ്റ്ററിയെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ഇപ്പോൾ താജ്മഹലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ എല്ലാവർക്കും പറ്റും, കുറച്ച് പഠിച്ചിട്ട് അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച്. പക്ഷേ ഇതൊരു യഥാർത്ഥ നാച്ചുറലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് ഇഷ്ടം തോന്നിയിട്ട് പഠിക്കുന്നവരാണ്. അപ്പോൾ നമ്മളൊക്കെ അതുകൊണ്ട് താല്പര്യം കൊണ്ടാണ് വന്നത്. അപ്പം ഞാനത് പഠിച്ചിട്ട് വന്നത്, ഞാനൊരു ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചിട്ട് വന്ന ആളാണ്. അപ്പോൾ ഏത് ജീവികളെക്കുറിച്ച് ചോദിച്ചാലും, ഇപ്പോൾ ഒരു കടുവയെക്കുറിച്ച് ചോദിച്ചാലോ പുലിയെക്കുറിച്ച് ചോദിച്ചാലോ പലതരം പക്ഷികളെക്കുറിച്ചോ മൃഗങ്ങളെക്കുറിച്ചോ ബട്ടർഫ്ലൈസ് ഏതിനെക്കുറിച്ച് ചോദിച്ചാലും അത്യാവശ്യം നന്നായിട്ട് നോളജ് ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നോളജ് ഉള്ളവരെയാണ് നാച്ചുറലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് നാച്ചുറലിസ്റ്റിന് ട്രെയിനിങ് കൊടുത്തൊരു കമ്പനിയാണ് താജ് സഫാരീസ്. അപ്പോൾ ആഫ്രിക്കയിൽ നിന്നുള്ള റേഞ്ചേഴ്സ് ഒക്കെ വന്നിട്ട് നമ്മളെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു 14 months ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അത് ഇൻറ്റൻസീവായിട്ട് ട്രെയിനിങ്, 1 മാസത്തെ ട്രെയിനിങ് കം സെലക്ഷനാണ്. ഞങ്ങൾ 22 പേരെ ഇന്ത്യയിൽ നിന്ന് മൊത്തം പല സംസ്ഥാനത്തു നിന്ന് സെലക്ട് ചെയ്യുന്നതിന് അവസാനം ഞങ്ങൾ 7 പേരെ പാസ്സായിട്ടുള്ളൂ. ഒരു വലിയൊരു റിയാലിറ്റി ഷോ പോലുള്ള സംഭവമായിരുന്നു. മനുഷ്യ മൃഗ സംഘർഷങ്ങൾ ധാരാളം ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ വാർത്തകളിൽ കേൾക്കുന്നു. കാടുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് ഈ മൃഗങ്ങളുടെ അറ്റാക്ക് എന്ന് പറയുന്നതാണ്. അത് അത്തരത്തിലുള്ള വലിയ എൻകൗണ്ടേഴ്സ് നേരിട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മുടെ അശ്രദ്ധക്കുറവ് കൊണ്ടൊക്കെ പറ്റുന്നുണ്ട് 90%. ഞാനും 3 സുഹൃത്തുക്കൾ കൂടി തട്ടേക്കാട് ബേർഡ് സാഞ്ചുറിയിൽ ഒരു ദിവസം പക്ഷി നിരീക്ഷണത്തിന് പോയി. തിരിച്ച് നടന്നു വരുന്ന സമയത്ത് എനിക്കൊന്നൊരു 3 മണി 4 മണിയായ സമയത്ത് വഴിയിലൊക്കെ നല്ല ആനയുടെ നല്ല മണം, ആനച്ചൂരെന്ന് പറയും, നല്ല മണമുണ്ട് ആന പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവിടെയുള്ള ആനകൾ ഇച്ചിരി പ്രശ്നക്കാരാണ്, മനുഷ്യരൊക്കെ ഓടിക്കുന്ന ആനകളൊക്കെയാണ്. അപ്പം സുധീഷ് ഇതൊക്കെ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചോണമെന്നൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ തമാശയ്ക്ക് പറയും, ഞാൻ കോളേജിൽ വലിയ ഓട്ടക്കാരനൊക്കെ ആയിരുന്നു, ഓട്ടത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. 5000 മീറ്ററും 10000 മീറ്ററൊക്കെ ഓടിക്കുന്ന ആളാണ്. അപ്പം ആന ഓടിക്കണം, എൻ്റെ പുറകെ ഓടി വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ കണ്ടില്ല, ആന അടുത്ത് നമ്മുടെ സൗണ്ട് കേട്ടിട്ട് അല്ല നമ്മുടെ മണം കിട്ടിയിട്ട് ആന ഒരു 50 മീറ്റർ അടുത്ത് അനങ്ങാതെ നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഞങ്ങളതിൻ്റെ അടുത്തോട്ട് അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്കിന് പെട്ടെന്ന് ആന വലിയൊരു ചിഹ്നം വിളിയും ഞങ്ങളുടെ നേരെ ഒറ്റ ഓടി വരും. അപ്പം ഞങ്ങളുടെ ഗൈഡ് സുധീഷ് ആദ്യം ഓടിക്കുമെന്നൊരു വാക്കും കേട്ട് അവൻ ഒറ്റ പോകും പോയി കാടിൻ്റെ അകത്തോട്ട് ഒറ്റ ഓട്ടം ഓടി. അപ്പോൾ ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ പുറകെ ഓടിയപ്പോൾ ഞങ്ങൾ 4 പേരുടെ പുറകെ നമുക്ക് ഓടാൻ പറ്റുന്ന എത്ര സ്പീഡിൽ ഓടി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു 100 മീറ്റർ കഴിഞ്ഞപ്പോൾ എനിക്ക് കാലേ മസിലൊക്കെ കയറിയിട്ട് എനിക്ക് ഓടാൻ പറ്റാത്ത രീതിയിൽ. അപ്പം എന്നെ 3 പേര് വലിച്ചുകൊണ്ടൊക്കെ ഓടി. നിങ്ങൾക്ക് ശരിക്കും നല്ല സ്പീഡിൽ ഓടാൻ പറ്റിയോണ്ട് രക്ഷപ്പെട്ടതാണോ അതോ ആന വേണ്ടെന്ന് കരുതിയതാണോ? ആനയ്ക്ക് ഒരാളെ കൊല്ലണമെന്നോ ഒരാളെ പിടിക്കണമെന്നിരിക്കുന്നത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ആന ഞങ്ങളെ ഒരു പക്ഷേ ഒരു 50 മീറ്റർ ഓടിച്ചിട്ട് ആന തിരിഞ്ഞ് ഓടിയിട്ടുണ്ട്. പക്ഷെ ആന നമ്മളെ പിടിക്കണമെന്ന് വെച്ച് ഓടിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ പിടിച്ചിരുന്നേനെ. ഇത് അത് മോക്ക് ചാർജ് എന്ന് പറയും, ഒരു 90% ഒക്കെ മോക്ക് ചാർജ് ചെയ്യുന്ന ആനയൊക്കെ നമ്മളെ ഓടിക്കണമെന്ന് തീരുമാനിച്ച് നമ്മളെ തട്ടി ചവിട്ടി കൊല്ലണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആന വിടത്തില്ല. അത് എത്ര ദൂരം ഓടിയാലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഈ ആന ശരിക്കും നമ്മൾ ഭയങ്കര ശ്രദ്ധയോടെ കാണേണ്ട ഒരു ജീവി തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും അല്ലേ അതിന് മതം പൊട്ടാം, പലതും ഉണ്ടാവും. പക്ഷേ പൊതുവെ അഗ്രസീവായിട്ടുള്ള ഒരു ജീവിയായിട്ട് പറയുന്നത് ഈ കരടികളെയാണല്ലോ. കരടിൻ്റെ ആക്രമണം അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കരടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല എല്ലാ 5 വിരലുകളിലും നല്ല നീളമുള്ള നഖമുണ്ട്. അപ്പം നഖം ഞാൻ വലിയ പാറയൊക്കെ അവരിങ്ങനെ ഒറ്റ തട്ടിനിങ്ങനെ മറിച്ചിടുന്നൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ഉറുമ്പുകളെയൊക്കെ തപ്പിയിട്ടുള്ളതുകൊണ്ട്. അപ്പം അവർക്കത് പെട്ടെന്ന് പേടിച്ചിട്ട് അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു ത്രാണിയിൽ അവർ
മനുഷ്യൻ്റെ അവരൊക്കെ മുന്നിൽ കാണുന്ന ആളുടെ മുഖം മാന്തിപ്പറിക്കണം. ഭയങ്കര ഭീകരമാണ്. അത് പ്ലാസ്റ്റിക് സർജറി ചെയ്താൽ പോലും അത് ശരിയാകാത്ത രീതിയിലൊക്കെ മുഖം ആയിപ്പോവും. കരടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കരടികൾ അവർക്ക് കണ്ണിന് അത്ര കാഴ്ച കുറവില്ല. കാരണം കുറേയേറെ ഹെയർ ഇങ്ങനെ കണ്ണിന് ഫ്രണ്ടിലോട്ടൊക്കെ വീണുകൊണ്ടാണ് അവർ അധികം കാഴ്ചയൊക്കെ കുറവാണ്. പിന്നത്തെ ഒരു കാര്യം ഇവരെപ്പോഴും സ്മെല്ല് ചെയ്ത് നടക്കുന്നത്. ഇവരുടെ പ്രൈമറി ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർമൈറ്റ്സും ആൻസും നമ്മുടെ ചിതലുകളും ഈ ഉറുമ്പുകളുമാണ് ഇവർ മെയിനായിട്ട് കഴിക്കണം. അപ്പോൾ ഇതിനെ ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നിലത്ത് നോക്കി സ്മെല്ല് ചെയ്ത് നടക്കുന്ന സമയത്ത് അതിൻ്റെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല. ഇപ്പം നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ആരെങ്കിലും മനുഷ്യരുടെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ പേടിച്ചിട്ടാണ് ഒരു മനുഷ്യരുടെ മുഖമൊക്കെ മാന്തി കീറാറുണ്ട്. പക്ഷേ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ജീവിക്കും. ആനയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആനയുടെ ഫ്രണ്ടിൽ ചെന്ന് വിട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 90% മരണം ഉറപ്പാണ് നമ്മളെ തട്ടിയിട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് കരടിയല്ല, ഇന്ത്യയിലെ കാടുകളിൽ എനിക്ക് തോന്നുന്നത് കരടിയേക്കാളും കൂടുതൽ ആനയാണ് പ്രശ്നക്കാരൻ. കരടീനായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടില്ല എന്നോ? സത്പുര നാഷണൽ പാർക്ക് വർക്ക് ചെയ്യുമ്പോൾ സത്പുര നാഷണൽ പാർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശിലുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാടാണ്. അപ്പോൾ ആ കാട്ടിൽ ഇന്ത്യയിൽ ഒരുപക്ഷെ ഈ വാക്കിംഗ് സഫാരി അലൗഡ് ചെയ്തിട്ടുള്ളവർ നടക്കാൻ പറ്റും. നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്ത് നടക്കാൻ പറ്റും. ഡേവിഡ് ആറ്റൻബറോ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ നാച്ചുറലിസ്റ്റുകളെയും ഗുരുവായിട്ട് കണക്കാക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നീസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ പേര് ഏമി ആറ്റൻബറോ എന്നാണ്. അപ്പോൾ ഏമി ആറ്റൻബറോ അവരുടെ ഒരു സുഹൃത്തും നടക്കാനായിട്ട് പോയി. അപ്പോൾ ഞാനും വേറൊരു ഗൈഡോടുണ്ട് കൂട്ടത്തിൽ ഞങ്ങൾ അക്കമ്പനി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് സാധാരണ പറയും ഇപ്പോൾ കരടിയോ എന്തെങ്കിലും ആനിമൽസ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് നിന്നിട്ട് ഒരു ഒറ്റ സെറ്റായിട്ട് നിന്നിട്ട് കൈ ഉയർത്തിയിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണമെന്ന്. അപ്പം കരടിയൊക്കെ അവിടെ നോക്കുന്ന സമയത്ത് വലിയൊരു ആനിമൽ ഇവിടെ നിന്ന് നിൽക്കുന്നതായിട്ട് തോന്നും. അതാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളൊരിത്. ഒരു 1/2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ ഒരു ചെറിയൊരു വാട്ടർ ഹോളുണ്ട്. വാട്ടർ ഹോളിൻ്റെ മേളിൽ കൂടെ ഒരു കരടി ഇങ്ങനെ നടന്നു പോകുന്നു, ഒരു അമ്മക്കരടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ കരടി ഞങ്ങളെ കണ്ടില്ല, ഞങ്ങൾക്ക് കരടി നന്നായിട്ട് കാണാൻ പറ്റി. അപ്പം ഒരു 50 മീറ്റർ കരടി അങ്ങ് നടന്നു പോയി. അപ്പോൾ ഞങ്ങളെല്ലാം ഹൈഫൈ നല്ല സൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പതിയെ നടന്ന് കുളത്തിൻ്റെ മേളിലെത്തിയപ്പോഴാണ് ഓർത്ത് ഞങ്ങൾ എപ്പോഴും ഈ കരടിയെ കാണുന്ന സമയത്ത് ഇതിൻ്റെ കുഞ്ഞുമായിട്ട് കാണുന്നത്. ഇതിൻ്റെ കുഞ്ഞിനെ കാണാനില്ല. ഞാൻ അതിൻ്റെ അടുത്തെത്തിയപ്പോഴും പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്കിന് ആ കുഞ്ഞ് അവിടെ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുന്നത്. അപ്പോഴത്തേക്കിന് അമ്മക്കരടി ഞങ്ങളെ കണ്ട് ഞങ്ങളിവിടെ കയറിയെന്നുള്ളൂ. അപ്പോൾ അമ്മക്കരടി അവിടെ നിന്ന് കാറിക്കൊണ്ട് ഞങ്ങളുടെ അടുത്തോട്ട് ഓടിക്കൊണ്ട് വരുന്നതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ഗസ്റ്റിനോടും ഗൈഡിനോടൊക്കെ പറഞ്ഞു പെട്ടെന്ന് പുറകോട്ട് മാറാൻ പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്നൊരു 20 മീറ്റർ പുറകോട്ട് ഓടി മാറിയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടി, ഇങ്ങനെ 4 പേര് ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുക ബഹളം വെച്ച്. അപ്പം കുഞ്ഞു കരടിയും അമ്മക്കരടിയുടെ അടുത്തോട്ട് ചെന്നു. എന്നിട്ട് 2 പേരോട് ഒരുമിച്ച് ഞങ്ങളുടെ നേരെ ഓടി വരാൻ തുടങ്ങി. ഒരു 40 മീറ്റർ ആയപ്പോഴത്തേന് എഴുന്നേറ്റ് നിന്നിട്ട് പിന്നെ ഇങ്ങനെ ഒരു വലിയ സൗണ്ട് ഉണ്ടാക്കും. എന്നിട്ട് പിന്നെ ഓടി വരും. പിന്നെ ഒരു 30 മീറ്റർ ആകുമ്പോൾ പിന്നെ ഓടി വരും. ഒരു 15 മീറ്റർ 10 മീറ്റർ അടുത്ത് വരെ വന്നിട്ട് പിന്നെ 2 പേരും 2 കാലിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് കൈ ഉയർത്തിട്ട് വലിയൊരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് തിരിച്ചോടിപ്പോയി. അപ്പം പെട്ടെന്നായിട്ടൊരു പേടിച്ചു പോയി. പക്ഷേ ഉള്ളി പേടിയുണ്ട്. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഏമി ആറ്റൻബറോക്കെ യു ഗൈസ് നോ യുവർ വർക്ക് റിയലി വെൽ, ഞങ്ങൾ സേഫ് ഹാൻഡിലാണല്ലോ. പക്ഷേ അവരെ കാണിക്കാൻ പറ്റത്തില്ല, നമുക്ക് അകത്ത് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ അപ്പൊ പൊതുവെ കരടി വന്നാൽ ചെയ്യുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് കുറച്ച് പേർ ചേർന്ന് നിന്നിട്ട് കൈ പൊക്കിയിട്ട് കാണിക്കലാണോ? അതെ, സാധാരണ എല്ലായിടത്തും ഇപ്പം യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പറയാറുണ്ട് ഒരുമിച്ച് കൂടി നിൽക്കണം. ഏത് ആനിമൽ ആണെങ്കിലും അവിടെ നിന്ന് കാണുന്ന സമയത്ത് വലിയൊരു ആനിമൽ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ അത് പേടിക്കുമെന്നാണ്. അപ്പൊ ആ ഒരു തോന്നലുണ്ടാക്കണം, എല്ലാരും കൂടി ചേർന്നിട്ട് കൈ പൊക്കിയിട്ട് ശബ്ദം ഉണ്ടാക്കണം. എന്ത് ശബ്ദം? പറ്റാവുന്ന ശബ്ദം ഉണ്ടാക്കുക, എത്ര ഉച്ചത്തിൽ കറിക്ക് പോകാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഈ കരടിയുമായി ബന്ധപ്പെട്ട് കുറേ മിത്തുകളുണ്ട്. അതായത് നമ്മൾ കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന കുറേ കഥകളുണ്ടല്ലോ. അതിലൊന്നാണ് 2 കൂട്ടുകാർ ചേർന്ന് കാട്ടിൽ പോയപ്പം പെട്ടെന്ന് കരടി ഓടി വന്നപ്പം ഒരാൾ മരത്തിൻ്റെ മുകളിൽ കയറി, ഒരാൾ ചത്ത പോലെ കിടന്നു എന്നുള്ളത്. കരടി വന്നു കഴിഞ്ഞാൽ ഈ കൈ പൊക്കിയുള്ള ട്രിക്കിന് പുറമെ ചത്ത പോലെ കിടന്നാലും രക്ഷപ്പെടുമോ? ഇല്ല, കാരണം ഇത് കരടിയുടെ ഒരു പ്രത്യേകത. കരടി ഒരു ഓംനിവോറസ് മിശ്രഫുക്കാണ്. അത് പഴങ്ങൾ കഴിക്കും, ചെതലും ഉറുമ്പൊക്കെ കഴിക്കും, അതുപോലെ മാംസവും കഴിക്കുന്ന. അപ്പോൾ ഞാനൊക്കെ ഈ മാനുകളൊക്കെ ചത്ത് കിടക്കുന്ന മാനുകളൊക്കെ തിന്നുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം മനുഷ്യൻ്റെ ചത്ത് കിടക്കുന്നതാണെങ്കിൽ ഒരുപക്ഷെ അത് തിന്നാൻ പറ്റും അവർക്ക്. അപ്പം ചത്ത് ചത്ത പോലെ കിടക്കുന്ന ഒരിക്കലും മണ്ടത്തരമാണ്. അത് കഥകളി മാത്രമാണ്, ഒരിക്കലും അത് ചെയ്യരുത്. പറ്റുന്നെങ്കിൽ പിന്നൊരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിലൊക്കെ ഉള്ള സമയത്ത് നിങ്ങളുടെ ഒരു നീളത്തിലുള്ളൊരു വടി കരുതുക. ഒരു 5-6 ഫീറ്റ് പൊക്കമുള്ള വടി ഉണ്ടെങ്കിൽ ഈ വടി കൊണ്ട് കരടിയുടെ മൂക്കിനടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഓടാറുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിലത്തിട്ട് ഉറക്കെ സൗണ്ട് ഉണ്ടാക്കി അടിക്കണം. അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും മരം ഉണ്ടെങ്കിൽ ആ മരത്തിൻ്റെ അടിച്ച് സൗണ്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇവർ കുറച്ച് ഡിസ്ട്രാക്റ്റ് ആയിട്ട് പോകാറുണ്ട്. ഈ നിലത്ത് കിടന്ന് ഉറങ്ങുന്നതൊന്നും അല്ലെങ്കിൽ ചത്തുപോലെ കിടക്കുന്നതൊന്നും പറ്റില്ല. കാടുകളിൽ ഏറ്റവും കൂടുതലുള്ള ജീവികളാണ് ഈ കടുവയും ആനയും കരടിയും എന്ന് പറയുന്നത്. നമുക്ക് പേടിയുള്ളത് ഈ 3 ജീവികളെ. ആനേനെയും കടുവേനെയും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മുന്നേ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടും? എന്താ ട്രിക്ക്? ഒന്നാമത്തെ കാര്യം, കാട്ടിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ
ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പെർമിഷൻ മേടിച്ചിട്ട് പോകാവുള്ളൂ. ഒന്നാമത്തെ കാര്യം കാട്ടിൽ കയറുന്നുണ്ടെങ്കിൽ. രണ്ടാമത്തെ കാര്യം അവിടെയുള്ള ഏതെങ്കിലും ലോക്കൽ ഗൈഡ്സിനെ ആയിട്ടേ പോകാവുള്ളൂ. ഈ 2 കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കാട്ടിൽ പോയാൽ തന്നെ ഞാനതാ ചെയ്യണേ. ഒരു 90% ആൾക്കാർക്ക് നല്ല കാടിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നവരായിരിക്കും. അപ്പം അവർ പറയുന്നത് നന്നായിട്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സേഫാണ്. അതാണ്. അപ്പോൾ അവർ പറയും ഓടണോ അതോ നിൽക്കണോ എന്നൊക്കെ. അപ്പോൾ അവർ പറയുന്ന പോലെ ചെയ്യുക എന്നുള്ളതാണ്. ചില സമയത്ത് നമ്മളോട് പറയാതായിരിക്കും ഗൈഡ് ഓടുന്നത്. അപ്പോൾ അവരുടെ കൂട്ടത്തിലങ്ങ് ഓടുക. അല്ലെങ്കിൽ ചില സമയത്ത് നിൽക്കുക ഒരുമിച്ച്. ആനയൊക്കെ ചില സമയത്തൊക്കെ ഒരുമിച്ച് നിന്നിട്ട് ഉറക്ക സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആനയൊക്കെ മാറി പോകാറുണ്ട്. ഇനി മധ്യപ്രദേശിലെ കൻഹയിൽ കുറേ കാലം ഉണ്ടായിരുന്നല്ലോ. അവിടുത്തെ ഒരു മെയിൻ ജീവിയാണല്ലോ കടുവ എന്ന് പറയുന്നത്. കടുവയുടെ പൊതുവെയുള്ള ഒരു ജീവിത രീതി, വേട്ടയാടൽ രീതിയൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വഭാവം? കടുവകളുടെ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ പലയിടത്തും പല രീതിയിൽ. ഇപ്പം നമ്മുടെ വയനാട്ടിലൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു 2-5 സ്ക്വയർ കിലോമീറ്ററിനകത്ത് ഒരു കടുവയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ മധ്യപ്രദേശിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആൺകടുവയ്ക്ക് ഒരു 100 സ്ക്വയർ കിലോമീറ്ററും 50 മുതൽ 100 സ്ക്വയർ കിലോമീറ്ററും, ഒരു പെൺകടുവയ്ക്ക് ഒരു 15 മുതൽ 30 സ്ക്വയർ കിലോമീറ്റർ വരെയുള്ള ടെറിട്ടറിയിലാണുള്ളത്. അപ്പോൾ ഒരു കടുവയ്ക്ക് ഒരു 50 മുതൽ 60 മാനുകൾ വേണം ഒരു വർഷം ജീവിക്കാൻ, തിന്നണം അവർക്ക്. പ്ലസ് സപ്ലിമെൻ്റായിട്ട് ചെറിയ മൃഗങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ മെയിനായിട്ട് 50-60 മാനുകൾ വേണം. ഈ 50-60 മാനുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഏറ്റവും കുറഞ്ഞൊരു 500 മാനുകൾ അവരുടെ അടുത്ത് വേണം. കാരണം എല്ലാ പ്രാവശ്യം 10 പ്രാവശ്യം ട്രൈ ചെയ്താൽ മാത്രമേ അവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇതിനെ പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ വയനാട്ടിൽ ഒരു 100-ൽ പരം കടുവകൾ ഉണ്ട് എന്നല്ലേ പറയുന്നത്. ഇത്രയും സാന്ദ്രതയിൽ ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത്? ഇതിപ്പോഴും ഒരു മിസ്റ്ററിയാണ്. കാരണം ഇത് ഞാൻ പറയുന്നല്ല, ഞാൻ ഈ സെയിം സാധനം ഡോക്ടർ ഉല്ലാസ്കർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഇതൊരു സർപ്ലസ് പോപ്പുലേഷൻ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നമ്പർ അവിടെ വന്നിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം കൊച്ചിയിലാണ്. കൊച്ചിയിൽ ഇപ്പോൾ ആൾക്കാർ തിങ്ങിപ്പാർക്കാൻ കാരണം ഏറ്റവും നല്ല ഹോസ്പിറ്റൽസ് അടുത്തുണ്ട്, ഏറ്റവും നല്ല സ്കൂളുകളുണ്ട്, എയർപോർട്ട് തൊട്ടടുത്തുണ്ട്, റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ട്, എല്ലാ കണക്ടിവിറ്റിയും ഉണ്ട്. അപ്പോൾ എന്താവശ്യത്തിന് ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. അപ്പം നമ്മുടെ ഒരു പക്ഷേ വയനാട്ടിലോ കോഴിക്കോടോ കോട്ടയത്തൊക്കെയുള്ള ഏക്കർ കണക്കിന് സ്ഥലമുള്ള ആൾക്കാരും കൊച്ചിയിൽ പോയിട്ട് 1-2 ബെഡ്റൂം മാത്രമുള്ള ഒരു ചെറിയ ഫ്ലാറ്റ് താമസിക്കാൻ കാര്യം അതിൻ്റെ റീസൺ ഇതാണ്. അപ്പം എന്ന് പറഞ്ഞ പോലെ വയനാട്ടിലെ കാട്ടിൽ അവർക്ക് കടുവകൾക്ക് ആവശ്യത്തിനുള്ള ഫുഡുണ്ട്, വെള്ളമുണ്ട്, പിന്നെ മെയിലാണെങ്കിൽ ഫീമെയിലുണ്ട്, ഫീമെയിലാണെങ്കിൽ മെയിലുണ്ട്. ഇപ്പം ഈ 3-4 കാര്യങ്ങളാണ് ഒരു കടുവകൾക്ക് ജീവിക്കാൻ വേണ്ടത്. ഈ കാര്യങ്ങൾ നന്നായിട്ടുള്ളതുകൊണ്ട് അവർ നന്നായിട്ട് ബ്രീഡ് ചെയ്യും കടുവകൾ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നന്നായിട്ട് ജോലി ചെയ്യുന്നത് കൊണ്ടും നല്ലതായിട്ട് പ്രൊട്ടക്ഷൻ ചെയ്യുന്നതുകൊണ്ടും പോച്ചിങ് ഇല്ല. ഈ കടുവകൾക്ക് തിന്നാൻ ഇഷ്ടമുള്ള ഇറച്ചിയൊന്നല്ലല്ലോ ഈ മനുഷ്യമാംസം എന്ന് പറയുന്നത്. പൊതുവേ നമ്മൾ കാട്ടിൽ പോയി കഴിഞ്ഞാലും കടുവ നമ്മളെ കാണുന്നുണ്ടാവും, നമ്മൾ കടുവേനെ കാണില്ല, കടുവ അതുകൊണ്ട് ആക്രമിക്കില്ല എന്ന് പൊതുവേ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ എന്നിട്ടും ഈ പുറത്തേക്ക് കടുവകൾ വന്ന് മനുഷ്യരെ നിന്നൊക്കെ അവസ്ഥകളൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ. അതിൻ്റെ ഒരു കാരണം എന്താ? കടുവകൾ മനുഷ്യനെ ഓൺ ഫുട്ടിൽ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ നടന്നു പോകുമ്പോഴത്തെ കടുവ നമ്മുടെ നേരെ നടന്നു കഴിഞ്ഞാൽ കടുവ ടെറിഫൈഡ് ആണ്. ഒരിക്കലും കടുവ മനുഷ്യന് നേരെ നിൽക്കില്ല, അവർ ഓടിപ്പോയി. ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട് നടന്നു പോകുന്ന ആൾക്കാരുടെ നേരെ അവിടുന്ന് കടുവ നടന്നു വരുമ്പോൾ കണ്ടിട്ട് കടുവ ഓടിപ്പോണേ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് കടുവ മനുഷ്യനെ അറ്റാക്ക് ചെയ്യാൻ തന്നെ കാര്യം. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു കുറേ മാസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ ഒരാളെ കാപ്പിത്തോട്ടത്തിൽ പുല്ല് പറിക്കാൻ പോയ ഒരാളെ കൊന്നൊരു. അപ്പം നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചറിയാം. കാപ്പിത്തോട്ടത്തിനകത്തൂടെ പോയിട്ട് നല്ലൊരു ഓപ്പൺ സ്ഥലത്ത് ഗ്രാസ് ലാൻഡിനകത്ത് നിന്നിട്ട് അദ്ദേഹം പുല്ല് ചെത്തിയത്. അപ്പം ഒരു കടുവയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ, ഒരു പ്രിഡേറ്ററിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ കാപ്പിത്തോട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഹാബിറ്റായിട്ട് ഒരു എവർഗ്രീൻ ഫോറസ്റ്റ് പോലെ നിൽക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ നടുക്കാണ് ഈ നല്ലൊരു പുൽമേടുള്ളത്. അപ്പോൾ പുൽമേടിൻ്റെ പ്രത്യേകത അവിടെ ഇഷ്ടംപോലെ മാനുകളും പന്നികളും ഒക്കെ ഇര തേടാനായിട്ട് വരുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഇദ്ദേഹം ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് പുല്ല് ചെത്തിയത് കൊണ്ടായിരിക്കാം, പന്നിയായിട്ടോ മറ്റു മൃഗമായിട്ടോ തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും അവന് പക്ഷേ ഈ കടുവ ആക്രമിച്ചെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ കടുവകൾ ഒരു പ്രാവശ്യം ഒരു മനുഷ്യനെ പിടിച്ച് തിന്നു കഴിഞ്ഞാൽ കടുവയ്ക്ക് മനസ്സിലാവും നമ്മളാണ് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള പ്രേ. മൃഗങ്ങളെ പോലെ നമുക്ക് മാനുകളെ പോലെ ഓടാൻ പറ്റത്തില്ല, കുരങ്ങളെ പോലെ മരം കയറാൻ പറ്റില്ല, ശക്തിയില്ല, ആനകളെയോ കരടിയെ പോലുള്ള ശക്തിയില്ല, നമുക്ക് മീനുകളെ പോലെ വെള്ളത്തിൽ നീന്താൻ പറ്റില്ല. ഈ ഉള്ള ആനിമൽ കിങ്ഡത്തിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ആനിമൽസുമായിട്ട് മറ്റു ആനിമൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ആനിമൽസാണ്. ജിം കോർബറ്റിൻ്റെ കുറേ പുസ്തകങ്ങളുണ്ട്. മാനിറ്റിംഗ് ടൈഗേഴ്സ് ഓഫ് കുമാവൂൺ എന്ന് പറഞ്ഞ കുറേ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് 400 പേരെ കൊന്ന കടുവയുടെയൊക്കെ കഥകളൊക്കെ പ്രഖ്യാപിക്കുന്നു. നരഭോജി കടുവകളൊക്കെ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാടിന് വെളിയിൽ എന്തുകൊണ്ടാണ് കുറേ കടുവകൾ വരാൻ കാര്യം വേറെ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കാട്ടിൽ കടുവകൾക്കൊരു ടെറിട്ടറി ഉണ്ട്. ഒരു മെയിൽ ടൈഗർ ആയിരിക്കും മെയിൻ ടെറിട്ടറി, അതിന് ഡോമിനൻറ്റ് മെയിൽ എന്ന് പറയും. പിന്നെ ഡോമിനൻറ്റ് ഫീമെയിൽസ് ഉണ്ട്. അപ്പോൾ ഒരു മെയിൽ ടൈഗറിൻ്റെ അണ്ടറിൽ ഒരു 3-4 ഫീമെയിൽസ് സാധാരണ കാണാറുണ്ട്. ഒരു 50 സ്ക്വയർ കിലോമീറ്ററിനകത്തൊരു 16 കുഞ്ഞുങ്ങളുണ്ട്. 2 വർഷം കഴിയുമ്പോഴത്തേക്കിന് കുഞ്ഞുങ്ങൾ വലുതായിട്ട് അവർക്ക് പിന്നെ ടെറിട്ടറി തേടണം, പുതിയ ടെറിട്ടറി. കാരണം അവരുടെ അമ്മയും അച്ഛനുമാണ് അവിടെ റൂൾ ചെയ്യുന്നത്. അവർ വെളിയിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിന് അവർക്ക് പ്രത്യേകമായിട്ട് പ്രോമനൻ്റ് ആയിട്ട് ടെറിട്ടറി ഇല്ലാത്തവരാണ്. അപ്പോൾ ആ കടുവകൾ പിന്നെ പുതിയ ടെറിട്ടറി തേടി
പോവും. അപ്പം ഒരുപക്ഷെ ഗ്രാമപ്രദേശത്തിനടുത്തുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ അധികം കടുവകളില്ലാത്ത സ്ഥലത്തോട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ള കടുവകളെ നമ്മൾ ട്രാൻസിയൻസ് എന്നോ ഫ്ലോട്ടേഴ്സ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പം പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഒരു 10 വയസ്സായിട്ടുള്ള ഒരു ആൺകടുവയുണ്ട്, ഒരു 11 വയസ്സായിട്ടുള്ള ഒരു ആൺകടുവ ഒരു കാട്ടിലുണ്ട്, ഒരു ഡോമിനൻ്റ് മെയില. അപ്പോൾ പുതിയൊരു യങ് ആയിട്ടുള്ളൊരു ടൈഗർ, ഒരു 3-4 വയസ്സോ അല്ലെങ്കിൽ 5 വയസ്സുള്ളൊരു പുതിയ കടുവ വന്നിട്ട് ഈ ഓൾഡ് കടുവയെ ഇവിടുന്ന് ഓടിച്ച് കഴിഞ്ഞിട്ട് ആ ടെറിട്ടറി ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓൾഡ് കടുവയെ പിന്നെ തിരിച്ച് ഈ ടെറിട്ടറി കുറവായിട്ടുള്ള സ്ഥലത്തോട്ടോ അല്ലെ ഈ ഗ്രാമപ്രദേശത്തോട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കടുവകളും തിരിച്ച് നമ്മൾ ട്രാൻസിയൻസും ഫ്ലോട്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കടുവകളാണ് മെയിനായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുള്ളത്. മനുഷ്യൻ്റെ അടുത്ത് ഹ്യൂമൻ ഹാബിറ്റേഷൻ വരികയും അവരുടെ ക്യാറ്റിൽ ലിഫ്റ്റ് ചെയ്യുകയും പിന്നെ ചിലപ്പോൾ മനുഷ്യരെ കൊല്ലാറുള്ള കടുവകളൊക്കെ ഇങ്ങനെ ട്രാൻസിയൻസും ഫ്ലോട്ടേഴ്സും ഉള്ള കടുവകളൊക്കെ. ഇവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക ശരിക്കും? നമ്മൾ യങ് ആയിട്ടുള്ള കടുവകൾ 2 വയസ്സും 2.5 വയസ്സും ഒക്കെ ഉള്ള യങ് ഫ്ലോട്ടേഴ്സും ട്രാൻസിയൻസും ഒക്കെ കാടിന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ ട്രാങ്കുലൈസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ കാടുകളിലോ വേറെ എങ്ങോട്ടെങ്കിലും ടൈഗറിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞ സ്ഥലത്ത് അവിടെ കൃത്യമായ പഠനം നടത്തിയിട്ട് അങ്ങോട്ട് ട്രാങ്കുലൈസ് ചെയ്ത് മാറ്റാൻ പറ്റും. നമുക്കിപ്പം ഇന്ത്യയിൽ നമുക്ക് 55-ലധികം ടൈഗർ റിസർവ്സ് ഉണ്ട്. അപ്പോൾ 20-ലധികം ടൈഗർ റിസർവിൽ ഒരു ടൈഗർ താഴെയുള്ളൂ. അപ്പോൾ അവിടുത്തെയൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സംസാരിച്ച് ഇവിടെ കടുവകൾ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ ഈ യങ്ങായിട്ടുള്ള ടൈഗറെ മുഴുവൻ അങ്ങോട്ട് മാറ്റാം. ഇപ്പോൾ തന്നെ വയനാട്ടിൽ ഒരു ടൈഗർ സൂ ഉണ്ട്. നമുക്ക് അധികം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ടൈഗർ കെയറിലുള്ള സ്ഥലമാണ്. ഈ ഗ്രാമപ്രദേശത്തൊക്കെ പിടിക്കുന്ന ടൈഗറിനെയൊക്കെ അവർ കീപ്പ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, ഒരു ആനിമൽ ഹോസ്പിറ്റലാണത്. അവിടെ തന്നെ ഒരു 7-8 കടുവ ഇപ്പം പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ആ കടുവകളൊക്കെ അവിടെ വിടുന്നതിന് പകരം അതിനെ പിടിച്ചിട്ട് വേറെയുള്ള സ്റ്റേറ്റുകളിലേക്ക് കടുവ ഡെൻസിറ്റി കുറഞ്ഞ സ്ഥലത്തോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പം നമുക്ക് കുറേയേറെ കാടുകളുടെ അടുത്തുള്ള കുറേയേറെ വനപ്രദേശങ്ങളും ഈ തോട്ടങ്ങളൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പിടിച്ചെടുത്ത കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. EFL ലാൻഡായിട്ട് പിടിച്ചെടുത്ത് ഒരു 1000 ഏക്കർ 2000 ഏക്കറൊക്കെ അവിടെ പ്രോപ്പറായിട്ട് ഫെൻസ് ചെയ്തിട്ട് 1-2 നല്ല പ്രോപ്പറായിട്ട് ഫെൻസൊക്കെ ചെയ്തിട്ട് ഈ കടുവകൾ അതിൻ്റെ അകത്താക്കാം. ആ ഗ്രാമപ്രദേശത്തുള്ളവരെല്ലാം കൂടെ കൂടിയിട്ട് ഒരു സൊസൈറ്റി ഫോം ചെയ്തിട്ട് അവർക്കൊരു 1-2 ജിപ്സിയോ അവരുടെ വണ്ടിയോ ഈ സ്ഥലത്ത് സഫാരിക്കായിട്ട് വെക്കുക. ഇത് സഫാരി പാർക്കായിട്ട് തുറന്നിട്ട് എന്നിട്ട് അതിൻ്റെ അകത്ത് കിട്ടുന്ന വരുമാനം ഈ ഗ്രാമത്തിന് പോകണം. ഇതിങ്ങനെ മധ്യപ്രദേശ് സത്പുരയിൽ ഇത് ചെയ്യുന്നുണ്ട്. അവിടെ ലോക്കൽ വില്ലേജസിൻ്റെ വണ്ടികളാണ് കാടിനകത്ത് ഓടുന്നത്. അപ്പോൾ ആ വരുമാനം ഒരു പെർസെൻറ്റേജ് ഇത് നേരെ ഡയറക്റ്റായിട്ട് വില്ലേജസിന് ബെനിഫിറ്റ് ആവുകയാണ്. അപ്പോൾ ഈ ആനിമൽസിനെ കൊണ്ട് ഈ വില്ലേജസിന് ബെനിഫിറ്റ് ഉണ്ടാകുമ്പോഴത്തേക്കാണ് ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ കുറയണത്. ഉത്തരേന്ത്യയിൽ കാടുകളിലും കാടിനോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിലൊക്കെ ഇത് വളരെ കോമൺ ആണെന്ന് കേട്ടിട്ടുണ്ട്, ഈ മൃഗങ്ങളുടെ ആക്രമണം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്? അവിടെ ഈ സർക്കാരിനെതിരെ സമ്മർദ്ദമൊന്നും വരുന്നില്ല ഇത്തരത്തിൽ ആക്രമിക്കുമ്പോൾ? ഇപ്പോൾ തടവപ്പിൽ എനിക്ക് തോന്നുന്നു ഒരു മാസം ഏറ്റവും കുറഞ്ഞ് 1-2 പേരെങ്കിലും അവിടെ കൊല്ലുകയും ചെയ്യുന്നുണ്ട് കടുവ. ഞാനൊന്ന് 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ റൂമിന് വെളിയിൽ ഇറങ്ങത്തില്ല, അത്രയ്ക്ക് ഒരു. പക്ഷെ ഇത് ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാടിനോട് അടുത്ത് ഉള്ള ഗ്രാമപ്രദേശത്തിനുള്ള എല്ലാവരും ഈ കാടുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളവരാണ്. അവിടെ ഓരോ വീട്ടിലും ഒരു പക്ഷേ 1-2 പേരെങ്കിലും ഈ കാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ജോലി ഒന്ന് ഫോറസ്റ്റിലെ വാച്ചർമാരോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഗാർഡുമാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ വണ്ടികൾ അവിടെ ഉണ്ടായിരിക്കും, ജിപ്സി പാർക്ക് ഒഫീഷ്യൽസ് കാണും, സഫാരി ഗൈഡ്സ് കാണും, നാച്ചുറലിസ്റ്റ് കാണും. അപ്പോൾ ഇങ്ങനെയെല്ലാം അവർ ഇത് ഡയറക്റ്റായിട്ട് റിലേറ്റഡ്. അപ്പോൾ അവരുടെ കാട്ടിൽ നിന്ന് ഒരു കടുവ ഇറങ്ങിയിട്ട് അവരുടെ നാട്ടിൽ അവരുടെ വീടിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പശുവിനെ കൊന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ല. അല്ലെങ്കിൽ മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ പ്രശ്നം ഉണ്ടാകും, പക്ഷേ അതിന് കൃത്യമായിട്ട് കോമ്പൻസേഷൻ കൊടുക്കുകയും പിന്നെ അവർക്ക് മനസ്സിലായി ഈ ആനിമൽസിനെ കൊണ്ട് അവർക്ക് ഉപയോഗമുള്ളൂ, അതുകൊണ്ട് പ്രശ്നമില്ലെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പം ഈ കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതാക്കണമെങ്കിൽ ഈ കാട്ടിൽ നിന്ന് വെളിയിലിറങ്ങുന്ന ആനിമൽസിനെ കൊണ്ട് മനുഷ്യർക്ക് ഉപകാരം ഉണ്ടാകണം. ഉപകാരം ഉണ്ടാക്കത്തോളം കാലം അത് കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാടിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികമായിട്ട് ക്രമാതീതമായിട്ടൊക്കെ ഇവരുടെ എണ്ണം പെരുകി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കാട് വലുതാവുന്നില്ലല്ലോ. അപ്പോൾ എന്താണ് ഇതിനുള്ളൊരു പോം വഴി? പല നാടുകളും കള്ളിങ് ഉണ്ടല്ലോ, അത് നമ്മുടെ നാട്ടിൽ പ്രായോഗികമാണോ? അത്യാവശ്യം വന്നാൽ കള്ളിങ് ചെയ്യണം, പക്ഷേ കള്ളിങ് ഇല്ലാതെ തന്നെ നമുക്ക് അതിന് പലതരം പോംവഴികളുണ്ട്. നമ്മുടെ ഇന്ത്യയിലുള്ള 55-ലധികം കടുവാ സങ്കേതങ്ങളിൽ 20 താഴെ ഉള്ളതിൻ്റെ അകത്ത് ഒന്നിൽ താഴെ കടുവകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചിട്ട് ഇവിടെയുള്ള എക്സസീവായിട്ട് വരുന്ന ആനിമൽസിനെ അങ്ങോട്ട് മൂവ് ചെയ്യണം, ട്രാങ്കുലൈസ് ചെയ്തിട്ട് അവരെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യേണ്ടി വരും. അതൊന്നാമത്തെ ഓപ്ഷൻ. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇപ്പോൾ 1000 ഏക്കറോ ഇപ്പോൾ 500 ഏക്കറോ സ്ഥലങ്ങളിലൊക്കെ വലിയ ഫെൻസൊക്കെ ചെയ്തിട്ട് നമുക്ക് അവിടെ ഇവരെ ഇടാം. പ്രായമാകുന്ന യങ്ങായിട്ടുള്ള കടുവകളൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ ഒരു സഫാരി പാർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ആ വരുമാനം കൊണ്ട് ഏത് ഗ്രാമത്തിനാണ് ഏറ്റവും കൂടുതൽ ആനിമൽസിനെ കൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നത് ആ വരുമാനം ആ ഗ്രാമത്തിന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞാൽ ഗ്രാമത്തിലിറങ്ങി സ്ഥിരമായിട്ട് കടുവകളും പുലികളൊക്കെ മനുഷ്യരെ കൊല്ലുന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ ചില കള്ള് ചെയ്യേണ്ടി തന്നെ വരും. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് ഇനി കുനോന്ന് ചീറ്റപ്പുലിനെ കൂടി കൊണ്ടുവന്ന് തമാശയായിട്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറേ ചീറ്റപ്പുലികൾ ചത്തില്ലേ, അതിൻ്റെ ഒരു കാരണം എന്താണ്? ഒന്നാമത്തെ കാര്യം, അവർ ചീറ്റപ്പുലികൾ ആഫ്രിക്കയിൽ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന സമയത്ത് ഇന്ത്യയിൽ നമുക്കൊരു ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലൊക്കെ
മധ്യപ്രദേശിലെ കുണു പാൽപൂർ നാഷണൽ പാർക്കിൽ ഓൾമോസ്റ്റ് 48 to 50 ഡിഗ്രിക്കടുത്ത് നല്ല ചൂട് വരുന്ന സ്ഥലമാണ്, ഭീകര ചൂടാണ്. ആ സമയത്ത് ആഫ്രിക്കയിൽ നല്ല തണുപ്പുള്ള സമയം വിൻ്ററാണ്. ആഫ്രിക്കയിൽ സാധാരണ വിൻ്റർ ആകുന്ന സമയത്ത് അവർക്കൊരു തിക്കായിട്ടുള്ള വിൻ്റർ കോട്ടൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വിൻ്റർ കോട്ട് ഇട്ട ഒരു ചീറ്റപ്പുലി ഈ 48 ഡിഗ്രി ചൂടിൻ്റെ അകത്ത് നിർത്തി കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ക്രൂരതയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവർ മില്യൺസ് ഓഫ് വർഷങ്ങളായിട്ട് ഈ അവിടുത്തെ ഡിസീസുകളുമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള അവരെ നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള ഡിസീസുകൾ പുതിയതായിരിക്കും. ടിക്സ്, ഈ ചെള്ളുകളൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ കടിയേറ്റിട്ട് ഇതൊക്കെയാണ് അവരുടെ മെയിനായിട്ടുള്ള റീസൺ അവർ ചത്തുപോകാനുള്ള കാര്യങ്ങൾ. ആന, അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് നമ്മളെ വന്യജീവികളുമായി ബന്ധപ്പെട്ട് കേട്ട ഏറ്റവും ഓടിയ കഥകളാണ്. ശരിക്കും ഈ ആന അരി തിന്നുമോ? കാട്ടിൽ ജീവിക്കുന്ന ആനിമൽസൊക്കെ ഒരു പക്ഷേ 10-12 മണിക്കൂർ കാടിനകത്തൂടെ കുറേയേറെ മണിക്കൂറുകൾ നടന്നിട്ടാണ് ഫുഡ് തേടുന്നത്. അവർ നാട്ടിൻപുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കാടിൻ്റെ എഡ്ജിലൊക്കെ ആൾക്കാർ ഷുഗർ കെയിൻ, കരിമ്പൻ കൃഷി, പൈനാപ്പിൾ കൃഷി, വാഴ, ഇങ്ങനെയെല്ലാം നിരത്തി വെച്ചേക്കും. ഫുഡ് ഒരു ബൊഫെ പോലെ ഇങ്ങനെ നിരത്തി വെച്ചേക്കും. അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ ഫുഡ് കിട്ടും. അപ്പോൾ ആ ഫുഡ് കിട്ടുന്നതുകൊണ്ട് ഇവർ ഇതുമായിട്ട് കൂടുതലായിട്ട് അഡാപ്റ്റ് ആവുകയാണ്. അപ്പോൾ എന്നും പൈനാപ്പിളും വാഴയും കഴിക്കാൻ പറ്റുമെങ്കിൽ നാട്ടിൻപുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരതുമായിട്ട് അഡാപ്റ്റ് ആവും. അതാണ് മെയിനായിട്ടുള്ള റീസൺ. നമ്മുടെ ഇന്ത്യയിൽ ഏതാണ്ട് 14 തരം കാറ്റ് സ്പീഷീസ് ഉണ്ടെന്നാണല്ലോ പറയുന്നത്. കടുവ, പുലി, സിംഹം, അങ്ങനെ പലത്. ഇപ്പോൾ ചീറ്റയും എത്തി. അപ്പം ഇവയുടെ ഓരോന്നിൻ്റെയും ഈ വേട്ടയാടൽ രീതി, ഭക്ഷണ രീതി, പ്രകടമായ വ്യത്യാസങ്ങൾ. അതിനെക്കുറിച്ച് പറയാൻ ആക്ച്വലി 1-2 മണിക്കൂർ വേണ്ടി വരും. കാരണം ഇന്ത്യയിൽ ആക്ച്വലി നമുക്ക് 15 സ്പീഷീസ് കടുവകളാണ്, 15 സ്പീഷീസ് ക്യാറ്റ്സ് വർഗ്ഗം, പൂച്ചവർഗ്ഗത്തിൽപ്പെട്ട 15. ഇപ്പോൾ ചീറ്റപ്പുലിയും കൂടെ കൊണ്ടുവന്നുകൊണ്ട് ഒരെണ്ണം കൂടെ കൂടി 16 എണ്ണമായി. 16 എണ്ണമുണ്ട്. ഈ 16 എണ്ണത്തിൽ 4 ബിഗ് ക്യാറ്റ്സ് ഉണ്ട്, വലിയ പൂച്ചവർഗ്ഗത്തിൽപ്പെടുന്ന. കടുവയുണ്ട്, പുലിയുണ്ട്, സിംഹമുണ്ട്, ഹിമപ്പുലി എന്ന് പറഞ്ഞ് സ്നോ ലെപ്പേർഡ്. ഈ 4 എണ്ണമാണുള്ളത്. ഇപ്പം അതിൻ്റെ അകത്ത് തന്നെ കടുവയുടെയും പുലിയുടെയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമുക്കറിയാം ഒരുവിധപ്പെട്ട കാട്ടിലാണ് ജീവിക്കണത്. പുലിയാണെങ്കിൽ ഗ്രാമപ്രദേശത്ത് വരെ ഉണ്ട്. ഇപ്പം ബോംബെയിലെ സിറ്റിക്കകത്ത് പുലിയുണ്ട്. അപ്പം അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഭയങ്കര രസമാണ് അവരുടെ കാര്യം. അവർക്ക് ഏത് ഹാബിറ്റാറ്റിൽ, ഇപ്പം കോഴിക്കോട് ടൗണിൻ്റെ അടുത്തൊക്കെ പുലിയുണ്ട്. ഇവിടെ അടുത്തൊക്കെ പുലിയുണ്ട്. അത് നിങ്ങൾക്ക് അറിയാൻ അല്ല, ടൗൺ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിനോട് എഡ്ജി കിടക്കുന്ന സ്ഥലത്തൊക്കെ ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവർ ട്രാങ്കുലൈസ് ചെയ്തൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഒരുവിധപ്പെട്ട കാടിനോട് അടുത്ത് കിടക്കുന്ന കുറേ നമ്മുടെ സ്ഥലത്തെല്ലാം ഉണ്ട്. ഭോപ്പാൽ ടൗണിൽ കടുവയും പുലിയുണ്ട്. പിന്നെയുള്ള ലയണാണ് നമ്മുടെ ഏഷ്യാറ്റിക് ലയൺ എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ ഗീർവനത്തിലാണ്. അവർ മെയിനായിട്ട് അവിടെയുള്ള കുറേ മാൻവർഗ്ഗത്തിലെ തിന്നും. പക്ഷേ പിന്നൊരു കാര്യം, ഒരു 40% അവിടെയുള്ള ലയൺസിൻ്റെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാൽധാരീസ് എന്ന് പറഞ്ഞൊരു ട്രൈബ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ക്യാറ്റിലിനെയാണ് ഭക്ഷിക്കുന്നത്. പിന്നെയുള്ള നമ്മുടെ ഹിമപ്പുലി എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൽ താമസിക്കുന്ന ആണ്. അപ്പോൾ ആ ഹിമപ്പുലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മെയിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ബരൽ എന്ന് പറഞ്ഞൊരിതുണ്ട്, ബ്ലൂ ഷീപ്സ് എന്ന് പറഞ്ഞാൽ ബരൽ എന്ന് പറയും. അപ്പം നല്ല തണുപ്പ് കൂടുന്ന സമയത്ത് ഈ 5000 മീറ്ററിൽ നിന്നൊക്കെ മേളിൽ 4000 മീറ്ററും 3000 മീറ്ററൊക്കെ താഴോട്ട് ഇവർ ഇറങ്ങി വരും. ആ സമയത്ത് ഈ സ്നോ ലെപ്പേർഡ് ഇവരുടെ പുറകെ ഇറങ്ങി വരും, ഹിമപ്പുലി. പിന്നെ ക്ലൗഡ് ലെപ്പേർഡ് ക്ലൗഡ് ലെപ്പേർഡ് നമുക്ക് നോർത്ത് ഈസ്റ്റിലുള്ളതാണ്. നോർത്ത് ഈസ്റ്റിൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂച്ചവർഗ്ഗത്തിൽപ്പെട്ടാണ്. മിസോറാമിലും നാഗാലാൻഡിലും മണിപ്പൂരും അരുണാചൽ പ്രദേശിലൊക്കെ ഇതിനെ കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മുടെ പട്ടിയേക്കാൾ ഇച്ചിരി വലുപ്പമുണ്ട്. നല്ല വലുപ്പമുള്ള നീളത്തിലുള്ള ടെയിലൊക്കെ ഉണ്ട്. മരത്തിലാണ് കൂടുതലായിട്ട് ജീവിക്കുന്നത് അത്. പിന്നെ അല്ലാതെ ഒരു 10 വെറൈറ്റി ചെറിയ പൂച്ചവർഗ്ഗങ്ങളുണ്ട്. ഫിഷിംഗ് ക്യാറ്റ്സ് എന്ന് പറയുന്നുണ്ട്, ലെപ്പേർഡ് ക്യാറ്റ് ഉണ്ട്, മാർബിൾ ക്യാറ്റ് ഉണ്ട്, കാട്ടുപൂച്ച എന്ന് പറയാം, ജംഗിൾ ക്യാറ്റ് ഉണ്ട്. പിന്നെ ഒരു തുരുമ്പൻ പൂച്ച എന്ന് പറയും മലയാളത്തിൽ. നമ്മുടെ നാട്ടിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ പൂച്ചവർഗ്ഗത്തിൽപ്പെട്ട നമ്മുടെ നാട്ടിലുള്ള സാധനം. കേരളത്തിൽ അധികം കണ്ടെത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഈ നാഗർഹോളയിലും ഒക്കെ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. അല്ല, നമുക്കൊരു മലയാളം പേരുള്ള സ്ഥിതിക്ക് അത് കേരളത്തിൽ ഉണ്ടാവണം. തുരുമ്പൻ പൂച്ചയാണ് ലോകത്തിലെ ചെറിയ പൂച്ച. പിന്നെ ഡെസേർട്ടിൽ കാണുന്ന 2 പൂച്ചകളുണ്ട്, ഡെസേർട്ട് ക്യാറ്റും ക്യാരക്ടൽ എന്ന് പറഞ്ഞ 2 എണ്ണം. പിന്നെ ഹിമാലയത്തിൽ കാണുന്ന ഭയങ്കര രസകരമായിട്ട് 2 പൂച്ചവർഗ്ഗത്തിലുണ്ട്. ഒന്ന് പാലസസ് ക്യാറ്റ് എന്ന് പറയുന്നതും യൂറേഷ്യൻ ലിങ്ക്സ് എന്ന് പറഞ്ഞ് അവിടെ യൂറോപ്യൻ, അത് യൂറേഷ്യൻ ലിങ്ക്സ്, അത് തന്നെ കറക്റ്റ്. അപ്പം അത് ഹിമാലയത്തിലുണ്ട് നമുക്ക്. പിന്നെ മീനെ പിടിച്ച് ഫിഷിംഗ് ക്യാറ്റ്സ് എന്ന് പറഞ്ഞൊരു പൂച്ചയുണ്ട് നമുക്ക്. പിന്നെ നോർത്ത് ഈസ്റ്റിലുള്ള മാർബിൾ ക്യാറ്റ്, ഗോൾഡൻ ക്യാറ്റ്, അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ക്യാറ്റുണ്ട്. ഇപ്പം ഇങ്ങനെ ചീറ്റപ്പുലിയും കൂടെ ഒക്കെ വന്നുകൊണ്ട് 10-16 സ്പീഷീസ് ക്യാറ്റുകളുണ്ട് നമുക്ക്. ഇവയുടെ ഭക്ഷണ രീതി എന്താണ്? ഓക്കെ, കടുവകളുടെ പ്രത്യേകത, ഇപ്പോൾ കടുവ ഒരു മാനയെ കൊന്നു, അല്ലെങ്കിൽ ഒരു നാട്ടിൻപുറത്തൊക്കെ ഇറങ്ങിയിട്ട്, അപ്പോൾ നമ്മൾ നാട്ടിലെ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിൻപുറത്ത് ഇറങ്ങിയ ഒരു പശുവിനെ കൊന്നു കഴിഞ്ഞാൽ പുലിയാണെങ്കിൽ സാധാരണ അതിൻ്റെ വയറ് പിച്ച് കീറിയിടും. എന്നിട്ട് കുടലൊക്കെ എടുത്ത് വെളിയിലിട്ടിട്ടാണ് അവർ അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നത്. പക്ഷേ കടുവയാണെങ്കിൽ
ഇതിനെ കടിച്ചു കൊന്നിട്ട് സഫക്കേറ്റ് ചെയ്ത് കൊന്നിട്ട് അതിൻ്റെ റം പാർട്ട് തുടയിൽ നിന്നാണ് കഴിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ആ തുടയിൽ നിന്ന് കഴിച്ച് തുടങ്ങിയിട്ട് പാർട്ട് ഉണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ അത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. 99% നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അതൊരു കടുവ കഴിച്ചതാണ്. പക്ഷേ ഈ വയറ് പിച്ച് കീറിയിട്ടിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു പുലിയാണെന്ന് മനസ്സിലാക്കാം. കരിമ്പുലി അങ്ങനെ തന്നെ ഇതിന്റെ കളർ ചേഞ്ച് ആണല്ലോ അല്ലേ? അത് കുറേ പേർക്ക് അറിയില്ല, അതൊന്ന് പറഞ്ഞോളൂ തോന്നുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാടുകളിലൊക്കെ ഇരുളടഞ്ഞ കാടുകളിൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഒക്കെ നമുക്ക് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ കറുപ്പ് മെലനിൻ എന്ന് പറഞ്ഞ് ആ ജീനും നന്നായിട്ട് പ്രോമിനൻ്റ് ആയിട്ട് കുറേയേറെ കരിമ്പുള്ളികളുണ്ട്. അപ്പോൾ അത് ആക്ച്വലി നമ്മുടെ പുലി തന്നെയാണ്, കറുത്ത നിറത്തിലുള്ള പുലികളാണ്. അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിലൊക്കെയുള്ള ജഗ്വാർ അതും നല്ല കറുത്ത നിറത്തിൽ കാണാറുണ്ട്. അപ്പോൾ അതിനെയും കരിമ്പുലി എന്ന് പറയുന്നത് പ്രത്യേക സ്പീഷീസ് ഒന്നുമല്ല. ഒരു സിമ്പിൾ ലോജിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഇരുളടഞ്ഞ കാട്, ഒരു കറുത്ത എപ്പോഴും ഇരുട്ടായിരിക്കുന്ന ഒരു കാട്ടിൽ പുലിയുടെ നിറം അറിയാലോ, മഞ്ഞയും ഈ കറുപ്പും ഒക്കെ ഉള്ള ആ പുലി അവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് കാണാൻ പറ്റും. പക്ഷെ അതേസമയം ഒരു കരിമ്പുലി അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ട് അവരുടെ ആ ജീൻ നന്നായിട്ട് വന്നിട്ട് ആ കറുത്ത നിറം വരുന്നതാണ്, കൂടുന്നതാണത്. ഈ നമ്മുടെ കാടുകളിൽ മുഴുവൻ പച്ചപ്പാണല്ലോ, പക്ഷെ എന്നിട്ട് എന്താണ് ഈ കടുവകൾക്ക് ഓറഞ്ച് കളറും മറ്റേ കറുത്ത സ്ട്രൈപ്സും കൊടുത്തിരിക്കുന്നത് എന്താണ്? അതിന് പെട്ടെന്ന് ഇരകൾ തിരിച്ചറിയില്ലേ? ഓക്കെ, നമ്മളാണ് കാണുമ്പോൾ കടുവയ്ക്ക് നല്ല ഓറഞ്ച് കളറും കറുത്ത സ്ട്രൈപ്പും ഒക്കെ ഉള്ള മാനുകൾ, സ്പോട്ടഡ് ഡിയറോ സാമ്പാർ ഡിയറോ ഇപ്പോൾ കേഴമാനും കൂരമാനും എല്ലാ മൃഗങ്ങൾക്കൊന്നും കളർ കാണാൻ പറ്റില്ല. അപ്പോൾ കടുവയുടെ ഈ ഈ ഈ ഓറഞ്ചും ബ്ലാക്ക് സ്ട്രൈപ്പും ഒരു കാടിൻ്റെ അകത്ത് നിൽക്കുമ്പോഴും അല്ലെ ഒരു ഗ്രാസ്ലാൻഡിൻ്റെ അകത്ത് നിൽക്കുമ്പോഴത്തേക്കും ഏറ്റവും ബെസ്റ്റ് ക്യാമഫ്ലാജാണ്. പുലിയും കടുവയും നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ടെറർ ഉണ്ടാക്കുന്ന മൃഗങ്ങളാണ്. പക്ഷേ ഈ രണ്ട് മൃഗങ്ങൾ പേടിക്കുന്ന ഒരു വിഭാഗമാണ് ധോൽ അഥവാ വേട്ടനായ്ക്കൾ എന്ന് കേട്ടിട്ടുണ്ട്. അവയെ കണ്ടിട്ടുണ്ടോ? അവയുള്ള ഒരു രീതികൾ അറിയോ? ഗ്രൂപ്പായിട്ടാണ് അവർ ഓപ്പറേറ്റ് ചെയ്യാറ്. 8ഉം 10ഉം ഉള്ള ഞാൻ 30 എണ്ണത്തിൻ്റെ വരെ ഒരു ഗ്രൂപ്പ് കണ്ടിട്ടുണ്ട്. ഡിയറിനെ ഹണ്ട് ചെയ്ത് ഓൾമോസ്റ്റ് 70-80% സക്സസ് റേറ്റ് ഉണ്ട് അവർക്ക്. കാരണം 3-4 പട്ടികൾ ഒരുമിച്ച് കൂടിയിട്ട് അതിനെ ചേസ് ചെയ്തിട്ടാണ് ഹണ്ട് ചെയ്യണത്. പിന്നെ ഒരു സാധനം, ഇത് ഭയങ്കര ക്രൂവലായിട്ടാണ്. നമുക്ക് സാധാരണ ഒരു കടുവയോ പുലിയോ ഒക്കെ കൊന്നു കഴിഞ്ഞാൽ ഒരു മൃഗത്തെ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ കഴുത്തിൽ കുത്തിപ്പിടിച്ചിട്ട് സഫക്കേറ്റ് ചെയ്തിട്ടാണ് കൊല്ലണേ. അപ്പോൾ ഈ കഴുത്ത് കടിച്ചിട്ട് അല്ലല്ലേ കൊല്ലുന്നത്? ഇവർ ഈ നമ്മുടെ ശ്വസിക്കുന്ന ശ്വാസനാളി ഞെക്കി പിടിക്കുക, അവർ സഫക്കേറ്റ് ചെയ്ത് ശ്വാസം കിട്ടാതാണ് അവർ കൊല്ലണേ കടുവയും പുലിയൊക്കെ. പക്ഷേ ഈ കാട്ടുപട്ടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവർ ചെന്നിട്ട് 4 സൈഡിൽ നിന്ന് കടിച്ച് പറിച്ച് ഭയങ്കര മൃഗീയമായിട്ടാണ് അവർ മൃഗത്തെ കൊല്ലണേ. അതുകൊണ്ട് ഒത്തിരി നമ്മുടെ പഴയ ഈ നാച്ചുറലിസ്റ്റുകൾ അതിനെ ബ്ലഡി കില്ലേഴ്സ് എന്ന് പറയാറുണ്ട്. മൃഗീയതയാണല്ലോ ഈ ജീവികളുടെ ഒരു ജൈവിക സ്വഭാവം എന്ന് പറയുന്നത്. പക്ഷേ വളരെ അനുകമ്പാപൂർവം മനുഷ്യ സഹജമായി പെരുമാറിയ ഏതെങ്കിലും ഒരു സന്ദർഭം നേരിട്ട് കണ്ടിട്ടുണ്ടോ? പച്മടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞങ്ങൾ ഫോട്ടോഗ്രാഫി ചെയ്യാനായിട്ട് പോയ സമയത്ത് ഒരു റീസസ് മെക്കാക്ക് എന്ന് പറഞ്ഞൊരു കുരങ്ങ് അതൊരു പട്ടിക്കുട്ടി എടുത്ത് പിടിച്ചിങ്ങനെ അതിൻ്റെ ഒരു കുരങ്ങിൻ്റെ കുഞ്ഞിനെ പിടിക്കുന്നവരെടുത്ത് പിടിച്ചുകൊണ്ട് മരത്തിന് മണ്ടയിൽ കയറി ഇരുന്നിട്ട് അതിൻ്റെ ദേഹമൊക്കെ ഇങ്ങനെ നോക്കുക, അതിൻ്റെ ദേഹത്ത് വല്ല ടിക്സോ അതൊക്കെ ഉണ്ടോ നോക്കുന്നു. അതിൻ്റെ കുഞ്ഞൊരു പക്ഷേ അമ്മയുടെ കുഞ്ഞ് മരിച്ചു പോയിട്ട് ഈ പട്ടിക്കുഞ്ഞിനെ അഡാപ്റ്റ് ചെയ്തായിരിക്കും. അപ്പോൾ ഇവഞ്ച്വലി എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഒരു കുരങ്ങിൻ്റെ കുഞ്ഞാണെങ്കിൽ മരത്തിൻ്റെ മണ്ടയിലുണ്ടെങ്കിൽ കുറച്ചു നേരം ഇതിൻ്റെ ദേഹത്തൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ വിട്ട് കഴിയുമ്പോൾ കുരങ്ങിൻ്റെ കുഞ്ഞ് മരത്തിൻ്റെ ബ്രാഞ്ച് അള്ളി പിടിച്ച് അവിടെ ഇരുന്നോളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ പട്ടിക്കുഞ്ഞ് നേരെ പിടിക്കാനൊന്നുമില്ല. അപ്പം നേരെ മരത്തിൽ നിന്ന് വീണ് സാധാരണ ചത്തു പോകാറാണുള്ളത്. കുരങ്ങിൻ്റെ ഒരു ചത്ത കുഞ്ഞിനായിട്ടൊരു തലക്കുഞ്ഞ് കുറേ ദിവസങ്ങളെടുത്ത് അതിൻ്റെ ഒന്നുമില്ല ദേഹത്ത്, ചെറിയ അസ്ഥി പഞ്ചരം മാത്രമായിട്ട് എടുത്തുകൊണ്ട് നടക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വൈകാരികത നിലനിൽക്കണമെങ്കിൽ ഈ മെമ്മറി പവറും കൂടി വേണ്ടേ? അത്രയും കാലങ്ങളോളം ആ ഒരു ഇമോഷണൽ എന്താ പറയുക ബേർഡൻ നിലനിൽക്കുന്ന രീതിയിലുള്ള മെമ്മറി അവർക്ക് ഉണ്ടോ പവർ? എനിക്കൊന്ന് പ്രൈമേറ്റ്സിനുണ്ടെന്ന്. കാരണം മനുഷ്യനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ജീവിയല്ലേ, അപ്പോൾ മനുഷ്യൻ്റെ ആ ചേതനയൊക്കെ അതിനും കാണും. പൊതുവെ മനുഷ്യർ ക്രൂരത ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ മൃഗീയമായി എന്ന് പറയുന്നത്. അതുപോലെ മൃഗങ്ങൾ അവരുടെ ജൈവിക ചോദനയ്ക്ക് അപ്പുറം നിന്നുകൊണ്ടുള്ള മൃഗീയത കാണിച്ച വല്ല അനുഭവങ്ങളും കണ്ടിട്ടുണ്ടോ? കൻഹയിലുണ്ടായിരുന്ന ഒരു ചോട്ടി മാത എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു ടൈഗറുണ്ട്. ഞാനൊരു 10-11 വർഷം കുഞ്ഞ് ടൈഗർ ആയിരുന്നപ്പോൾ കണ്ടിട്ടുള്ള. അപ്പോൾ ഒരു 6 വർഷം വർക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്ഥിരമായിട്ട് അതിനെ കാണുമായിരുന്നു അവിടെ. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടു, 1 മാസം പ്രായമുള്ള കുഞ്ഞു കുട്ടികൾ. അടുത്ത ആഴ്ച അവിടെ ചെന്നപ്പോഴത്തേനും മനസ്സിലായി പുതിയൊരു യങ്ങായിട്ടുള്ളൊരു മെയിൽ ടൈഗർ അവിടെ വന്നു. കുറേ നേരം ഇങ്ങനെ കാടിനകത്ത് അകത്തുനിന്ന് ബുഷിൻ്റെ അകത്തുനിന്ന് കേൾക്കാം നല്ല കാർച്ചയും കൂച്ചയൊക്കെ വന്ന് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ അമ്മക്കടവ് ഒരു ചത്ത കുഞ്ഞിനെ എടുത്തുകൊണ്ട് അതിലെ ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ ആ സമയത്ത് ഭയങ്കര സങ്കടം തോന്നി. ഞങ്ങളെ കുറേ പേരൊക്കെ ഇരുന്ന് വണ്ടിയിരുന്ന് കുറച്ച് നേരം കരയൊക്കെ ചെയ്തു. അപ്പം ഒരു ഡോമിനൻസ് സ്ഥാപിക്കാൻ ഒരു പുതിയൊരു ആൺകടവ് വന്നു കഴിഞ്ഞാൽ ഈ അവിടെ ഉള്ള ഫിമെയിലിന് കടുവ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ കൊന്നാൽ മാത്രമേ ഈ ആൺകടുവയ്ക്ക് ഇതുമായിട്ട് മേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ജീവികളിലെ
ഒരു ഇണ എന്ന് പറയുന്നത് പൊതുവേ ഇല്ലല്ലോ. അപ്പം അതല്ലാതെ ഒറ്റ ഇണയുള്ളത് വേഴാമ്പലിനെയൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതല്ലാണ്ട് വേറെ ഏതൊക്കെ ജീവികൾ ഒരെണ്ണ മാത്രമായിട്ട് ജീവിക്കുന്നത്? ക്രെയിൻസ് ഉണ്ട്, സാരസ് ക്രെയിൻ. ഇന്ത്യയിൽ ഏറ്റവും പൊക്കമുള്ളൊരു ഒരു പക്ഷിയുണ്ട് സാരസ് ക്രെയിന്. അതുപോലെ ഈ ഫീമെയിൽ ഡോമിനേറ്റ് ചെയ്യുന്ന മൃഗവിഭാഗങ്ങൾ ഏതാ? എല്ലാത്തിലും മെയിൽ തന്നെയാണോ ഡോമിനേറ്റ് ചെയ്യുന്ന വിഭാഗം എന്ന് പറയുന്നത്? ആനകളുടെ ഗ്രൂപ്പിൽ മേട്രിയാർക്ക് ഫീമെയിൽ ആണ്. അപ്പൊ ഈ അരിക്കൊമ്പൻ പോയിട്ട് കുടുംബം അനാഥായി എന്നൊക്കെ പറയുന്നത് വെറുതെ ചുമ്മാ പറയുക. കാരണം ആനകളിലൊന്നും മെയിൽസ് ഒന്നും ഒരിക്കലും ഒരു ഗ്രൂപ്പിനോട് നിൽക്കാറില്ല. ഫിമെയിൽസിൻ്റെ കൂടെ മേറ്റ് ചെയ്യാനായിട്ട് അവരുടെ കൂട്ടം കൂടാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് വരികയുള്ളൂ. അപ്പോൾ മെയിൽസ് എല്ലാം സോളിറ്ററിയാണ്, ബുൾസ് എല്ലാം സോളിറ്ററിയാണ്. അപ്പം അരിക്കൊമ്പൻ അതിൻ്റെ അച്ഛനെ കൊണ്ടുപോയി അല്ല കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ നഷ്ടമായെന്നുള്ള കഥകളൊക്കെ അതൊക്കെ ചുമ്മാ നമ്മൾ പറഞ്ഞു പരത്തിയ കഥകളാണ്. ഒരു രസകരമായ 1-2 പക്ഷികളുണ്ട് നമ്മുടെ നാട്ടിലുള്ള. ഇപ്പം പെയിൻറ്റഡ് സ്നൈപ്പ് എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട്. സാധാരണ ആൺപക്ഷികളിലാണല്ലോ. ഇപ്പം നമ്മുടെ പീക്കോക്കിനെ നോക്കിക്കഴിഞ്ഞാൽ ആണാണ് നല്ല ബ്യൂട്ടിഫുൾ, ഫീമെയിൽ ഡ്രാബ് നല്ല കളറില്ലാത്ത. പക്ഷേ ഈ പെയിൻറ്റഡ് സ്നൈപ്പിൽ ഫീമെയിലിനാണ് കളർഫുൾ, അതിന് ലാർജ് സൈസും കൂടുതലാണ്. അപ്പോൾ ഫീമെയിലിന് 3-4 ആൺപക്ഷികൾ അടുത്ത് കാണപ്പെടും. അപ്പോൾ ഈ ആൺപക്ഷികളുമായിട്ട് മെയ്റ്റ് ചെയ്തിട്ട് ഓരോ ആൺപക്ഷിക്ക് 3-4 മുട്ടയിട്ട് കൊടുത്തിട്ട് ഫീമെയിൽ അവിടെ നിന്ന് പറന്നു. അപ്പോൾ ആണിൻ്റെ ജോലിയാണ് മുട്ടയിൽ അടയിരിക്കുന്നതും കുഞ്ഞുങ്ങളെ നോക്കുന്നതും വളർത്തുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ. ജക്കാന എന്ന് പറഞ്ഞൊരു പക്ഷികളിലും ഈ പെയിൻറ്റഡ് സ്നൈപ്പിലും ഇതുണ്ട്. ഹോമോസെക്ഷൽസ് ഉണ്ടോ ഈ മൃഗങ്ങളുടെ ഇടയിൽ? കുറേ സൂ ലയൺസിലൊക്കെ കണ്ടിട്ടുണ്ട്. 2 സിംഹങ്ങളുള്ളിടത്ത് കാണാറുണ്ട്. പിന്നെ ഒരു കാര്യം കാണാറുണ്ട്, ഈ കുരങ്ങ് വർഗ്ഗങ്ങളിൽ ഇപ്പോൾ ഒരു ഡോമിനൻ്റ് മെയിൽ കാണും. അപ്പോൾ ഒരു ഡോമിനൻ്റ് മെയിൽ ഒരു വലിയൊരു ആൺകുരങ്ങുണ്ടെങ്കിൽ പുതിയൊരു മെയിൽ വന്നിട്ട് ഈ ആൺകുരങ്ങിനെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്ന സമയത്ത് അവിടെ ആ ഗ്രൂപ്പിലുള്ള യങ്ങായിട്ടുള്ള ആൺകുരങ്ങുകളെയൊക്കെ കൊല്ലാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പം ഈ യങ്ങായിട്ടുള്ള ആൺകുരങ്ങുകളൊക്കെ ഓടിപ്പോയിട്ട് അവർ ചെറുതായിട്ടൊരു ഗ്രൂപ്പായിട്ട് താമസിക്കാറുണ്ട്. 8-10 അല്ലെ 10-15 ആയിട്ടുള്ള ചെറിയ കുരങ്ങുകളിലൊരു കൂട്ടം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പല ജീവിവർഗങ്ങളെയും കണ്ടെത്തിയ സംഘത്തിൽ താങ്കളുടെ പേരുണ്ടായിരുന്നു. അങ്ങനെ താങ്കൾ കണ്ടെത്തിയ ജീവികൾ അല്ലെങ്കിൽ അപൂർവമായിട്ട് കണ്ടിട്ടുള്ള അത്ഭുതപ്പെടുത്തിയ ജീവികളെ കുറിച്ച് ഒന്ന് പറയാം. ഞാൻ വയനാട്ടിലുള്ള ഡോക്ടർ അനിൽ സക്കരിയുടെ കൂട്ടത്തിൽ തവളകളെക്കുറിച്ച് കുറേ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളൊരു 12 പുതിയ തവളകളെ ന്യൂട്രോ സയൻസ് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കുറേയേറെ തവളകളെ ബ്രിട്ടീഷേഴ്സും ഒക്കെ കുറേ തവളകളെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. 100 കണക്കിന് 250-ലധികം തവളകൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സർവേ ഒക്കെ നടത്തുന്ന സമയത്ത് മനസ്സിലായി 10-12 ഇതുവരെ കണ്ടെത്താത്ത തവളകളുണ്ട്. അപ്പോൾ ആ തവളകളെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രോപ്പറായിട്ടുള്ള പെർമിഷനോടുകൂടിയൊക്കെ കളക്ഷൻ പെർമിഷനോടുകൂടിയൊക്കെ ഇതിനെ കളക്ട് ചെയ്തിട്ട് DNA ഒക്കെ എടുത്ത് നോക്കും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി മോർഫോളജിക്കൽ ഡീറ്റെയിൽസും DNA ഡീറ്റെയിൽസും അതിൻ്റെ സൗണ്ടും അതിൻ്റെ ടാഡ്പോൾസിൻ്റെ ഡിഫറൻസും ഒക്കെ വെച്ച് നോക്കിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് പിന്നെ അതൊരു ജേർണലായിട്ട് എഴുതിയിട്ട് ഇൻ്റർനാഷണൽ ഒരു പിയർ റിവ്യൂഡ് ജേർണലിൽ അയച്ചിട്ട് അങ്ങനെയാണ് നമ്മളിത് പബ്ലിഷായി വരുന്നത്. അങ്ങനെ 10-12 തവളകളും ഒരു 2 പല്ലിയും വയനാട്ടിൽ നിന്നൊരു പുതിയ തുമ്പിയും കിട്ടി. പിന്നെ രസകരമായിട്ടുള്ളൊരെന്ന് പറഞ്ഞാൽ ഞാൻ ഹിമാചൽ പ്രദേശിൽ കൂടെ ഒരു ട്രെക്കിങ്ങിന് പോയ സമയത്ത് കുറേയേറെ ബട്ടർഫ്ലൈസ് ഇരിപ്പുണ്ട്, നിലത്തിരുന്ന് മഡ്പഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കിന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഈ ബട്ടർഫ്ലൈ ഭയങ്കര വ്യത്യസ്തമായിട്ട് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുറേ പേർക്ക് ഇതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തപ്പോൾ മനസ്സിലായി അത് സ്കാൾസ് സൈറൻ എന്ന് പറഞ്ഞൊരു ബട്ടർഫ്ലൈ ഉണ്ട്. ഈ 140 വർഷമായിട്ട് ആരും കാണാത്തൊരു ബട്ടർഫ്ലൈ. അതുപോലെ തന്നെ കുതിരമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത്, കർണാടക കുതിരമുക്ക്, അതിൻ്റെ പീക്കിൻ്റെ മണ്ടയ്ക്ക് പോയപ്പോഴത്തേക്കിന് അവിടെ ഒരു പാമ്പിൻ്റെ ഫോട്ടോ എടുത്ത് ഷീൽറ്റയിൽ ആ ഷീൽഡിൻ്റെ പടം എടുത്തപ്പോൾ സുഹൃത്തിനെ കാണിച്ചപ്പോൾ മനസ്സിലായി അതും 150 വർഷമായിട്ട് ആരും കാണാത്തൊരു ഷീൽഡയിൽ. പിന്നെ നമ്മുടെ വയനാട്ടിലെ ചെമ്പ്രയുടെ മണ്ടയ്ക്ക് നമ്മൾ സുഹൃത്തുക്കൾ കൂടി പോയപ്പോഴത്തേക്കിന് അതിൻ്റെ മണ്ടയ്ക്ക് നമുക്കൊരു ഗോൾഡൻ ഷീൽഡയിൽ എന്ന് പറഞ്ഞൊരു 150 വർഷമായിട്ട് ആരും കാണാത്തൊരു പാമ്പാണ്. തുമ്പികളെ കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. എന്താണ് ഈ തുമ്പികളിലേക്ക് ആകർഷിച്ച ഒരു ഘടകം എന്താണ്? തുമ്പികളെക്കുറിച്ച് കുറേ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി കേരളത്തിൽ തുമ്പികളെക്കുറിച്ചൊന്നും നല്ല ഇതിനെക്കുറിച്ച് അറിയാവുന്ന പുസ്തകങ്ങളൊന്നുമില്ല. അപ്പം ഞാനും എൻ്റെ ഒരു സുഹൃത്ത് കിരൺ എന്ന് പറഞ്ഞൊരു സുഹൃത്തോട് കൂടിയിട്ട് മലയാളത്തിൽ തുമ്പികൾക്കെല്ലാം പേരിട്ടു. കുറേ പേർക്ക് ഇത് കാര്യം അറിയായിരിക്കും. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ മൈഗ്രേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ തുമ്പികളിലാണ്, പക്ഷികളിലൊന്നുമല്ല. കാരണം നമുക്ക് ഇന്ത്യയിൽ 2 മൺസൂണുണ്ട്, സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും. ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ ജൂൺ ജൂലൈ മാസത്തിൽ മൺസൂൺ ഇങ്ങോട്ട് ഒരു ക്ലൗഡ് വരുന്ന ആഫ്രിക്ക എന്നുള്ളൊരു വിൻഡ് ക്ലൗഡ് ഉണ്ട്. ട്രേഡ് വിൻസ് ആണ് ഈ മൺസൂൺ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ട്രേഡ് വിൻസ് വഴി ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് തുമ്പികൾ ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് ഇന്ത്യയിൽ വന്നിട്ട് ഇവർക്ക് ഫ്രഷ് വാട്ടർ വേണം മുട്ടയിടാൻ, റെയിൻ വാട്ടർ. അപ്പം മഴ പെയ്യുന്ന ചെറിയ പൂളുകളിലൊക്കെ വെള്ളത്തിൽ മുട്ടയിട്ടിട്ട് ഇവർ അടുത്ത ലാർവ എമർജ് ചെയ്തിട്ട് തിരിച്ച് നോർത്ത് ഈസ്റ്റ് മൺസൂണിൽ ഇവർ തിരിച്ച് പറക്കാറുണ്ട് ആഫ്രിക്കയിലോട്ട്. അപ്പോൾ പക്ഷേ ഈ തുമ്പി ആഫ്രിക്കയിലുണ്ട്, സൗത്ത് അമേരിക്കയിലുണ്ട്, US-ലുണ്ട്, പിന്നെ ഓസ്ട്രേലിയയിലുണ്ട്. ഇതെല്ലാം അവരൊരു സ്റ്റഡി നടത്തിയപ്പോഴത്തേക്കിന് ഇതെല്ലാം സിംഗിൾ ജീനിൽ നിന്നായി മനസ്സിലായി. എന്ന് പറഞ്ഞാൽ
ഇന്ത്യയിലുള്ള ജീൻ തന്നെയാണ് ഓസ്ട്രേലിയയിലുള്ള. ഒരുപക്ഷെ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് അവർ ഒരുപക്ഷെ ഓസ്ട്രേലിയയിലോട്ട് പറക്കുന്നുണ്ടായിരിക്കും. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുണ്ട് ഈ തുമ്പികൾ. അപ്പോൾ ഇതൊരു ഗ്ലോബൽ മൈഗ്രേഷൻ നടക്കുന്നതാണ് ഈ തുമ്പികളുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ മുട്ട ഇവിടുന്ന് വിരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവർ തിരിച്ച് ജന്മനാട്ടിലേക്ക് പോകും. അവിടെ മുട്ട വിരിഞ്ഞിട്ട് ഇവർ ലാർവയായിട്ട് അഡൽട്ട് തുമ്പി വെളിയിൽ വന്നു കഴിയുമ്പോഴത്തെ ആ തുമ്പികൾക്കറിയാം അവർ ഇവിടുത്തെ അല്ല, അടുത്ത നല്ല മൺസൂൺ ക്ലൗഡ് നല്ല വിൻഡിൽ കയറിയിട്ട് ഇവർ നേരെ അടുത്ത സ്ഥലത്തോട്ട് പറക്കുകയാണ്. വന്യജീവികളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. അതിൽ ഏറ്റവും ഇറിറ്റേറ്റ് ചെയ്ത അല്ലെങ്കിൽ തിരുത്തണം എന്ന് തോന്നിയ അത്തരത്തിലുള്ള മിഥ്യാധാരണകൾ ഏതൊക്കെയാണെന്ന് പറയും? ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ള പാമ്പുകളെ കുറിച്ചാണ്. കാരണം ഏതെങ്കിലും പാമ്പിനെ ഇപ്പോൾ ചേരയൊക്കെ തല്ലിക്കഴിഞ്ഞാലോ അല്ല കൊന്നു കഴിഞ്ഞാലോ മുറുക്കനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തിരിച്ച് കയറി വരും, പകയോടുകൂടി തിരിച്ചു വരും എന്നുള്ളൊരു മിഥ്യാധാരണയുണ്ട്. പാമ്പുകളെ കുറിച്ചാണ് നമുക്ക് പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ മിഥ്യാധാരണയുള്ളത്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ ഈ പാമ്പുകളെ നമ്മൾ തല്ലിക്കൊല്ലാനായിട്ട് ആൾക്കാരൊക്കെ ഗ്രാമപ്രദേശത്തൊക്കെ വടിയൊക്കെ ഉപയോഗിക്കും. അപ്പോൾ വടിയൊക്കെ ഉപയോഗിച്ച് കൊന്നു കഴിയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ എന്തെങ്കിലും ഫെറമോൺ, ഇപ്പോൾ ഒരു ഫിമെയിലൊക്കെ ആണെങ്കിൽ അതിന് ഫെറമോൺ പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ ഈ ഫെറമോൺ തപ്പിയിട്ട് അവിടെ ആൺപാമ്പുകളോ മറ്റു പാമ്പുകളൊക്കെ എത്താറുണ്ട്. അതാണ് അതിൻ്റെ റീസൺ. അല്ലാതെ ഒരിക്കലും ഒരു പക വെച്ച്, കാരണം ഇവർക്ക് പിന്നെ ഈ മകുടി ഊതിയിട്ട് മൂർഖനെയൊക്കെ ഇങ്ങനെ ഡാൻസ് കളിപ്പിക്കുന്ന പരിപാടിയൊക്കെ പാമ്പുകൾക്കൊന്നും കേൾവി ശക്തിയില്ല, അവർക്ക് കേൾക്കാൻ പറ്റില്ല, അവർ ഈ കാണുകയാണ് ചെയ്തത്. അപ്പോൾ ഈ മകുടി ഊതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അദ്ദേഹം മകുടി ഊതുന്ന ആൾ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും മാറുന്നതനുസരിച്ചാണ് പാമ്പ് മാറുന്നത്. പാമ്പുകൾക്ക് ചെവി കേൾക്കാൻ പറ്റില്ല. അപ്പം അവർ മെയിനായിട്ട് അവർ ഉപയോഗിക്കുന്ന അവരുടെ നാക്ക് വെളിയിലിടും. നാക്ക് വെളിയിലിട്ടിട്ട് നാക്കിൽ നിന്ന് നമ്മൾ വഴി കൂടെ നടന്നു പോയി നമ്മൾ ഒത്തിരി പാർട്ടിക്കിൾസ് ഇങ്ങനെ വഴി വിടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഈ കള്ളന്മാരെയൊക്കെ പോലീസ് നായ എങ്ങനെ കണ്ടെത്തുന്നത്? അവിടെ വന്നിട്ട് എന്തെങ്കിലും മണത്ത് കഴിഞ്ഞാൽ ഇവർ പോയ വഴിയിലെല്ലാ സെൻറ്റുകളുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ പാമ്പുകൾ പോകുന്ന സമയത്ത് പാമ്പുകൾ നാക്ക് വെളിയിലിട്ടിട്ട് ഈ എല്ലാ ഫെറമോൺസും സെൻറ്റുകളൊക്കെ എടുത്തിട്ട് അവർക്കൊരു ഓർഗൻ ഉണ്ട്, ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറഞ്ഞ് അതിലോട്ട് ടച്ച് ചെയ്തിട്ട് അതുവഴിയാണ് പ്രോസസ്സ് ചെയ്യണത്. അതുകൊണ്ടാണ് ഇവർ പാമ്പ് എപ്പോഴും നാക്ക് വെളിയിലിട്ടിട്ട് എടുക്കണത്. പാമ്പ് പാല് കുടിക്കും. പാമ്പിന് തെറി പറയാൻ പോയി തോന്നുന്നില്ല. ഇതൊരു മിഥ്യാധാരണ, പാമ്പിനെ പാല് കുടിപ്പിക്കാന്നുള്ളത്. പാമ്പിന് പാല് കുടിക്കാനുള്ള ഇതില്ല. അത് ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കും, അല്ലാതെ നമ്മൾ പാല് കുടിപ്പിച്ച് കഴിഞ്ഞാൽ നിവൃത്തിയില്ലെങ്കിൽ കുടിക്കും എന്നുള്ളതല്ലാതെ അല്ലാതെ പാമ്പ് പാല് കുടിക്കാറൊന്നുമില്ല. ബാലുക്കരടി മൗഗ്ലിയിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് തേനാണല്ലോ. ശരിക്കും തേൻ തന്നെയാണോ കരടിയുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത്? തേൻ ഇഷ്ടഭക്ഷണമാണ്. അത് തേനിനേക്കാളും കൂടുതൽ ഈ തേനിൻ്റെ കൂട് ഉള്ളിടത്ത് ബീഹൈവിൻ്റെ അകത്തുനിന്ന് ഇഷ്ടം പോലെ ഈ തേനിൻ്റെ ലാർവകളെ ഇവർക്ക് കഴിക്കാൻ പറ്റും. മെയിനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇവർ കഴിക്കുന്നത്. ബീ ലാർവകൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ മെയിനായിട്ട് കഴിക്കുന്നത്. ഓഫ് കോഴ്സ് കിട്ടുന്ന കൂട്ടത്തിൽ തേനും കഴിക്കും, പക്ഷേ മെയിനായിട്ടും ബീ ലാർവകളെ കഴിക്കാൻ വേണ്ടി. ലക്ഷ്യം തേനല്ല, ലാർവകളാണ് കൂട്ടത്തിൽ കുറച്ച് തേനും. അപ്പം കാടുമായി ബന്ധപ്പെട്ടും വന്യജീവികളുമായി ബന്ധപ്പെട്ടും വളരെ രസകരവും കൗതുകം ഉണർത്തുന്നതുമായ കഥകളും അതുപോലെ തന്നെ നമ്മുടെ കുറേ ധാരണപ്പശകുകൾ മാറ്റി തന്നതിനുമൊക്കെ നന്ദി. താങ്ക് യു.